യുവരാജ്, ധനരാജ് രക്തസാക്ഷി ഫണ്ടായി 1 കോടി പിരിച്ചു എന്നാണ് പാർട്ടി പറയുന്നത്. പാർട്ടി പുറത്തു പറഞ്ഞ കണക്കാണ്. പക്ഷേ അതിൻ്റെ ഇരട്ടിയോളം പിരിച്ചു എന്നാണ് സഖാക്കന്മാർ തന്നെ പറയുന്നത്. 2016 പിരിച്ചു, 2021 വരെ കണക്കുകൾ അവതരിപ്പിച്ചിരുന്നില്ല. 2021 കണക്ക് അവതരിപ്പിച്ചു. വീട് നിർമ്മാണത്തിന് ഏകദേശം 35 ലക്ഷത്തിൻ്റെ ചെക്ക് നൽകി. എന്നാൽ ഈ ചെക്ക് പരിശോധിച്ചപ്പോൾ ഏകദേശം 30 ലക്ഷം രൂപ കോൺട്രാക്ടറുടെ അക്കൗണ്ടിലേക്ക്, 5 ലക്ഷം അന്നത്തെ ഏരിയ സെക്രട്ടറി KP മധുവിൻ്റെ അക്കൗണ്ടിലേക്കും പോയി എന്നുള്ളതാണ്. 2 ലക്ഷം രൂപയുടെ കണക്കില്ല. ഇതും ഏരിയ സെക്രട്ടറിയുടെ അക്കൗണ്ടിലേക്ക് പോയതായി കണ്ടെത്തി. ഏരിയ കമ്മിറ്റിയുടെ കെട്ടിട നിർമ്മാണത്തിന് 40 ലക്ഷം രൂപ ഉപയോഗിച്ചു എന്നെഴുതി. നോക്കൂ, ഈ രക്തസാക്ഷിക്ക് വേണ്ടി പിരിച്ച ഫണ്ടിൽ നിന്നാണ് ഈ ഏരിയ കമ്മിറ്റിയുടെ പുതിയ കെട്ടിട നിർമ്മാണത്തിന് 40 ലക്ഷം രൂപ വിനിയോഗിച്ചു എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ കെട്ടിടം പണിക്കുള്ള ഫണ്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ ഷാജഹാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ രക്തസാക്ഷികളെ എന്നും ചേർത്ത് പിടിക്കുന്ന പാർട്ടി എന്തിനാണിപ്പോൾ രക്തസാക്ഷികളെ സൃഷ്ടിക്കുന്നതെന്ന് മനസ്സിലായി. ഇതൊരു വലിയൊരു ബിസിനസ്സായി മാറിയിരിക്കില്ല. ഇപ്പോൾ ഈ കുഞ്ഞികൃഷ്ണൻ തുറന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഈ ധനരാജ് രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പിനെ കുറിച്ച് അറിഞ്ഞു, അല്ലേ? എത്രയെത്ര രക്തസാക്ഷികൾക്ക് വേണ്ടി ഇവർ പിരിച്ചിട്ടുണ്ട്. നോക്കൂ, അഭിമന്യു കൊടികുത്തിയ SFIക്കാരൻ, ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ കത്തിമുനയിൽ മഹാരാജാസ് കോളേജ് ക്യാമ്പസിലാണ് രക്തസാക്ഷിയായത്. ഇടുക്കി ജില്ലാ കമ്മിറ്റി മുഖേന 71 ലക്ഷം രൂപയാണ് പിരിച്ചത്. എറണാകുളം ജില്ലാ കമ്മിറ്റി വഴി 2,39,74,881 കോടി രൂപയാണ് പിരിച്ചത്. അതുകൂടാതെ SFI മുഖേന 35 ലക്ഷം രൂപ പിരിച്ചു. ആകെ 3.5 കോടി രൂപയാണ് പിരിച്ചത്. കേവലം 60 ലക്ഷം രൂപയുടെ വീടാണ് അഭിമന്യുവിന് വെച്ചു കൊടുത്തത്. അതിങ്ങനെ പോകുന്നു. ഇനിയിപ്പം ഈ മുക്കിയ പല രക്തസാക്ഷി ഫണ്ടുകളുടെ യഥാർത്ഥ കഥ പുറത്ത് വരും. എങ്ങനെ നോക്കിക്കാണുന്നു ഇതിനെ? ഞാനിതിനെ 2 കാലഘട്ടമായിട്ട് നോക്കിക്കാണാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന്, ശ്രീ ഷാജഹാൻ സാറ് പറഞ്ഞതുപോലെ തന്നെ 1998 ശേഷം മുതൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള മൂല്യച്യുതി എന്ന് പറയുന്ന ഒന്നാണ്. അപ്പോൾ ഇപ്പോൾ രക്തസാക്ഷികളുടെ പേരിൽ പിരിച്ചിരിക്കുന്ന ഫണ്ടുകൾ, ആ ഫണ്ടുകളെ പറ്റിയുള്ള കഥകൾ പുറത്തേക്ക് വരുമെന്ന് പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നില്ല 98 മുൻപ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാകുമെന്ന്. ചടയം ഗോവിന്ദനെയൊക്കെ പോലെയുള്ള സമുന്നതരായിട്ടുള്ള നേതാക്കളായിരുന്നു അന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിമാരായിട്ടുണ്ടായിരുന്നത്. അവർ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കകത്ത് ഉണ്ടാക്കി കൊടുത്തിരുന്ന ഒരു സംസ്കാരമുണ്ട്. നമ്മൾ ആ ഐഡിയോളജിയോട് യോജിക്കുന്നു വിയോജിക്കുന്നു എന്നുള്ളതല്ല. കേരളത്തിൽ കമ്മ്യൂണിസം എന്ന് പറയുന്നത് പൊയ്ക്കൊണ്ടിരുന്ന ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു. ആ പാറ്റേണിൻ്റെ ഏറ്റവും അവസാനത്തെ കണ്ണികളായിരുന്നു അവരെ പോലെയുള്ളവർ. പക്ഷേ അതിന് ശേഷം കഴിഞ്ഞ ഒരു 1/4 നൂറ്റാണ്ടോളമായിട്ട്, അല്ലെങ്കിൽ 1/4 നൂറ്റാണ്ടിന് പുറത്തായിട്ട് CPM-നകത്ത് ഉണ്ടായിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. അതിന് മുൻപ് രക്തസാക്ഷികൾ അമരന്മാർ എന്ന് അവർ വിളിച്ചിരുന്നത് തീർച്ചയായിട്ടും രക്തസാക്ഷികൾ എല്ലാ കാലത്തും തങ്ങളിലൂടെ ജീവിക്കുന്നു എന്നുള്ള ഉത്തമമായ ബോധ്യത്തിലൂടെയാണ്. ഇന്നും അവർ രക്തസാക്ഷികൾ അമരന്മാർ എന്ന് വിളിക്കുന്നുണ്ട്. ആ അമരന്മാർ എന്ന് പറയുന്നത് എന്താണ്? ആ പറയുന്ന വ്യക്തികൾ മരിച്ചു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അവരിലൂടെ തങ്ങൾ ഇന്നും പിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ്, അവരിന്നും അമരന്മാരാണ്, ജീവിച്ചിരിക്കുകയാണ്. കാരണം അവരെ വെച്ചിട്ട് തങ്ങൾ എന്ത് ചെയ്യുന്നു? കറവ പശുവിനെ പോലെ അവർ വരുമാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കുകയാണ് എന്നുള്ളതാണ്. രക്തസാക്ഷികൾ തങ്ങളിലൂടെ ജീവിക്കുകയാണ്. എന്താണ്? രക്തസാക്ഷികളുടെ പേരിൽ പിരിച്ചുകൊണ്ടിരിക്കുന്ന പണം തങ്ങൾക്ക് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരിലൂടെ ആര് തന്നെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ തന്നെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങളിലൂടെ അവർ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. രക്തസാക്ഷികൾ നെഞ്ചിനകത്തായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് രക്തസാക്ഷികൾ നെഞ്ചിലാണ്. നെഞ്ചിൽ പോക്കറ്റിലാണ്. പോക്കറ്റിൽ 500-ൻ്റെ നോട്ട് കെട്ടുകളായിട്ട് കിടക്കുകയാണ് രക്തസാക്ഷികളെ വിറ്റ് അവരെടുത്തുകൊണ്ടിരിക്കുന്ന പണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ആരോപണവുമായിട്ട് മുമ്പോട്ട് വന്നിരിക്കുന്നത് ഏതെങ്കിലും BJP-കാരനോ കോൺഗ്രസ്സുകാരനോ ലീഗുകാരനോ മറ്റേതെങ്കിലും പാർട്ടിക്കാരനോ ഒന്നുമല്ല.
അവരുടെ തന്നെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയാണ്. നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഏരിയ സെക്രട്ടറി എന്ന് പറയുന്നത് എത്രത്തോളം പ്രാധാന്യമുള്ള ഒന്നാണ് എന്നുള്ള കാര്യം. കാരണം ഒരു ഏരിയ സെക്രട്ടറി തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് എത്ര പ്രാധാന്യത്തോടു കൂടിയാണ് CPM ഓരോ സ്ഥലത്തും വലിയ ആഘോഷമാക്കി അത് നടത്തുന്നതെന്നും ഏരിയ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നവരും ഏരിയ സെക്രട്ടറിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നവരും ഒക്കെ തന്നെ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുകയും ചില ഏരിയ സെക്രട്ടറിമാർ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല എന്ന് പറയുന്നത് മുഖ്യധാരാ മാധ്യമങ്ങൾ മുഴുവൻ വലിയ വാർത്തയാക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ കണ്ണൂർ പോലെയുള്ള ഒരു ജില്ലയിൽ CPMൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു സ്ഥലത്ത്, പയ്യന്നൂർ പോലെയുള്ളൊരു സ്ഥലത്ത് അവിടുത്തെ ഒരു ഏരിയ സെക്രട്ടറി, അതും ഏറ്റവും അവരുടെ ഇടയിലുള്ള ഏറ്റവും ജനകീയ മുഖമെന്നറിയപ്പെടുന്ന ഒരാൾ 5 വർഷമായിട്ട് ഈ പോരാട്ടം നടത്തുന്നുവെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയില്ലേ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ യാഥാർത്ഥ്യമുള്ള കാര്യമായിരിക്കുമെന്ന്. അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷേ അദ്ദേഹത്തെങ്കിലും മുൻപേ തന്നെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം CPMൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണ്ടേ. അദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റി അംഗമാക്കി നിർത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തെറ്റാണ് എന്നുണ്ടെങ്കിൽ, അദ്ദേഹം പറയുന്ന നുണയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ 7 മണ്ടേ CPM, നമുക്കറിയാമല്ലോ CPMൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് അരമണിക്കൂർ മുമ്പേ ഞങ്ങൾ പുറത്താക്കി എന്ന് പ്രസ്താവന ഇറക്കുന്നതാണ് AKG സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഇപ്പോഴും നിലവിൽ അതിനകത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു യാഥാർത്ഥ്യമുണ്ട് എന്നുണ്ടെങ്കിൽ കേരളം ഭരിക്കുന്ന ആരാണ്? പിണറായി വിജയനാണ്. ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന ആരാണ്? പിണറായി വിജയനാണ്. പിണറായി വിജയൻ അറിയാമല്ലോ തൻ്റെ പാർട്ടിയുടെ ഒരു MLA വ്യാജ റെസിപ്റ്റ് ഉണ്ടാക്കിയിട്ട്, അതും സ്വന്തം പാർട്ടിയുടെ തന്നെ വ്യാജ റെസിപ്റ്റ് ഉണ്ടാക്കിയിട്ട് സ്വന്തം പാർട്ടിയുടെ രക്തസാക്ഷിയുടെ പേരിൽ പിരിച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യം. അപ്പോൾ ആ വ്യക്തിക്കെതിരായിട്ട് നടപടിയെടുക്കുവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ശാസന കൊടുക്കുവാൻ വേണ്ടിയിട്ടോ പിണറായി വിജയനും കൂട്ടരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ CPMൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് തരം താഴ്ത്തൽ ഉണ്ടാകാറുണ്ട്, പലതരത്തിലുള്ള പരസ്യശാസന ഉണ്ടാകാറുണ്ട് അല്ലേ. വലിയ പേടിപ്പെടുത്തുന്ന നടപടികളാണ്. കേട്ടാൽ തന്നെ ആൾക്കാർ പേടിച്ചു. എന്താണ്? പരസ്യമായി ശാസിച്ചു, അതോടുകൂടി ആൾക്കാരങ്ങ് ഭയന്നു എന്നുള്ളതാണ്. അങ്ങനെ ഈ പരസ്യശാസന പോലുള്ള ക്രൂരമായ ദണ്ഡനകൾ പോലും നൽകാൻ വേണ്ടിയിട്ട് ആര് തയ്യാറായിട്ടില്ല? പിണറായി വിജയനും കൂട്ടരും തയ്യാറായിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് അത് സൂചിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും ഈ പറയുന്ന വ്യക്തിക്കെതിരെ, MLAക്കെതിരെ, മധുസൂദനൻ എന്ന് പറയുന്ന ഈ MLAക്കെതിരായിട്ട് നടപടി ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തിരിച്ച് പിണറായി വിജയനെതിരെയും പറയുവാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം വ്യക്തമാണ്. അത് ഭയന്നിട്ടാണ് ഈ നടപടി എടുക്കാത്തത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം, ഞാൻ പറയട്ടെ, ഏറ്റവും കുറഞ്ഞ പക്ഷം ഒരു പരസ്യശാസനയെങ്കിലും അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പാർട്ടി ഇക്കാലയളവിൽ തയ്യാറാകുമായിരുന്നല്ലോ. അങ്ങനെ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കെതിരെ നടപടിയെടുത്താൽ നിങ്ങൾക്കെതിരായിട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള ഫണ്ട് വെട്ടിപ്പുകൾ നടത്തിയിരിക്കുന്നത്, നിങ്ങളെ രക്തസാക്ഷികളുടെ പേരിൽ നടത്തിയിരിക്കുന്ന കൊള്ളരുതായ്മകൾ ഇത് മുഴുവൻ ഞങ്ങൾ പുറത്തു പറയും എന്നുള്ള ഒരു ഭീഷണി ഈ ഭാഗത്ത് നിന്ന് അവിടേക്കും പോയിട്ടുള്ളത് കൊണ്ട് മാത്രമായിരിക്കും അല്ലേ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, P. ജയരാജനെ പോലെ കണ്ണൂർ ജില്ലയിലെ വലിയ ഒരു നേതാവ്, CPMനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ ജില്ലയിൽ അവരുടെ ചെന്താരകമാണ്, അവരുടെ ജീവനാണ്, ചങ്കിടിപ്പാണെന്നൊക്കെയാണ് പറയുന്നത്. ഈ P. ജയരാജനെതിരായിട്ട് പിണറായി വിജയൻ എത്രയോ സ്ഥലങ്ങളിൽ എത്രയോ പരസ്യമായിട്ട് തന്നെ പ്രതികരിക്കുവാൻ തയ്യാറായിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു കാരണവശാൽ ആ പാർട്ടിയിൽ വളർന്നു വരാൻ സമ്മതിക്കില്ല എന്ന് ശപഥം എടുത്തുകൊണ്ട് പിണറായി വിജയൻ തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുണ്ട്. അപ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിക്കെതിരായിട്ട് നടപടി എടുക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല. നമുക്കറിയാമല്ലോ VSനെ പോലും ഒരു മഹാമേരുവിനെ പോലും വെട്ടി ഒതുക്കുവാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ പിണറായി വിജയൻ പോയിട്ടുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട്. അപ്പോൾ പാർട്ടിയിലെ തൻ്റെ എതിരാളികൾക്കെതിരായിട്ട് അവരെ ഒരു വശത്തേക്ക് ഒതുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് പിണറായി വിജയൻ അറിയാം. അപ്പോൾ കുഞ്ഞികൃഷ്ണനെ പോലെ ഒരാൾ, ഒരു ഏരിയ സെക്രട്ടറി, നിലവിൽ കണ്ണൂരിലെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരാൾ ഇത്രയും ശക്തമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചിട്ട്, അതിന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആരോപണം ഉന്നയിച്ചിട്ട് 5 വർഷം പാർട്ടി അച്ചടക്കം പാലിച്ചുകൊണ്ട് പാർട്ടിക്കകത്ത് നിന്ന് പോരാടിയിട്ട് ആ വ്യക്തിക്കെതിരായിട്ട്, ആരോപണ വിധേയനായ വ്യക്തിക്കെതിരായിട്ട് നടപടി എടുക്കുവാൻ വേണ്ടിയിട്ട് പാർട്ടിയോ പാർട്ടിയുടെ ഭരിക്കുന്ന സർക്കാരോ തയ്യാറാകുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് മധുസൂദനന് പറയുവാനും ചൂണ്ടിക്കാണിക്കുവാനും വേണ്ടി വേറെ ഒരുപാട് പേരുകളുണ്ട്. ആ പേരുകൾ സെക്രട്ടേറിയറ്റിലേക്കും AKG സെൻറ്ററിലേക്കും ക്ലിഫ് ഹൗസിലേക്കും ഒക്കെ നീളുമെന്നുള്ളത് കൊണ്ടാണ് നടപടി ഉണ്ടാകാത്തത്. ഓക്കെ.